എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കേരള എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചർ മെഡിക്കൽ അതുപോലെ തന്നെ മെഡിക്കൽ അനുബന്ധ കോഴ്സുകൾ അതുപോലെ ഫാർമസി അതായത് ബിഫാം കോഴ്സുകൾ എന്നിവയിലേക്കുള്ള പ്രവേശന പരീക്ഷയായിട്ടുള്ള കീം 2024 പ്രവേശന പരീക്ഷയ്ക്ക് അപേക്ഷ നൽകുന്നതിനുള്ള അവസാന തീയതി ഏപ്രിൽ 19 തീയതിയാണ്. അതായത് ഇനി 2 ദിവസം കൂടി മാത്രമാണുള്ളത്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റുകൾ അപ്ലോഡ് ചെയ്ത് നൽകേണ്ടതാണ്. എന്തെങ്കിലും റിസർവേഷൻ ഡോക്യുമെൻറ്റുകൾ കിട്ടിയിട്ടില്ല എന്ന് കരുതി നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫൈനൽ കൺഫർമേഷൻ ചെയ്യാതിരിക്കരുത്. നിങ്ങൾ ഏപ്രിൽ 19 തീയതിക്കകം നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ അക്നോളജ്മെൻറ്റ് പ്രിൻ്റ് ഔട്ട് എടുത്ത് ആപ്ലിക്കേഷൻ ഫൈനൽ കൺഫർമേഷൻ നടത്തേണ്ടതാണ്. അല്ലാതെ വിദ്യാർത്ഥികളുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യപ്പെടുന്നതായിരിക്കും. അക്കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അതിനുശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും റിസർവേഷൻ ഡോക്യുമെൻറ്റുകൾ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് എങ്കിൽ നിങ്ങൾക്ക് കീം വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്തുകൊണ്ട് അതായത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ അതുപോലെ പാസ്വേഡ് ആക്സസ് കോഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു ക്യാപ്ച കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു ക്യാപ്ചയാണ് നിങ്ങൾക്ക് ആ ഒരു ആക്സസ് കോഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് നൽകിക്കൊണ്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്. ലോഗിൻ ചെയ്ത ശേഷം പിന്നീട് വരുന്ന പേജിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് വ്യൂ ഓർ നിങ്ങൾക്ക് അപ്ലോഡ് ഇമേജ് അല്ല സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ലിങ്ക് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ് അപ്ലോഡ് ചെയ്ത് സേവ് ചെയ്ത ശേഷം വീണ്ടും ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് അതായത് അക്നോളജ്മെൻറ്റ് പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു ആപ്ലിക്കേഷൻ നൽകുന്ന സമയത്ത് തന്നെ നിങ്ങൾ നൽകുന്ന ഡീറ്റെയിൽസുകളൊന്നും തെറ്റുന്നില്ല എന്നുള്ളത്, അത് തെറ്റിയിട്ടില്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ വാലിഡിറ്റി കഴിയാത്ത ഡോക്യുമെൻറ്റുകൾ നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. കാരണം ഇൻകം സർട്ടിഫിക്കറ്റ് പോലുള്ള സർട്ടിഫിക്കറ്റുകൾക്ക് ഏകദേശം 1 ഇയർ മാത്രമാണ് വാലിഡിറ്റി ഉള്ളത്. അതുപോലെ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റും നിങ്ങൾക്ക് ഈ ഒരു 24 തീയതി വരെ അപ്ലോഡ് ചെയ്യാനുള്ള അവസരം നൽകിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു അവസരം പരമാവധി ഉപയോഗപ്പെടുത്തുക. അതുപോലെ ഏപ്രിൽ 19 തീയതി വരെയാണ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫൈനലായിട്ട് സബ്മിറ്റ് ചെയ്യാൻ സാധിക്കുക. അങ്ങനെ സബ്മിറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യപ്പെടുന്നതായിരിക്കും. അതുപോലെ റിസർവേഷൻ ഡോക്യുമെൻറ്റുകൾ മാത്രമാണ് ഏപ്രിൽ 24 തീയതി വരെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുക. നാറ്റിവിറ്റി അതുപോലെ SSLC സർട്ടിഫിക്കറ്റ് അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ് എന്നിവ നിങ്ങൾക്ക് ഈ ഒരു 19 തീയതിക്കകം അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അതിനുശേഷം നിങ്ങളുടെ ആപ്ലിക്കേഷൻ കൺഫേം ചെയ്തുകൊണ്ട് അതിനുശേഷം 24 തീയതി വരെ നിങ്ങളുടെ ഇൻകം സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് പോലുള്ള ഡോക്യുമെൻറ്റുകൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾ ചോദിച്ച കാര്യമാണ് എഞ്ചിനീയറിംഗ് അതുപോലെ തന്നെ ഫാർമസി അതുപോലെ തന്നെ മെഡിക്കൽ അനുബന്ധ കോഴ്സുകൾ അതുപോലെ തന്നെ ആർക്കിടെക്ചർ കോഴ്സുകളിലേക്ക് അലോട്ട്മെൻറ്റ് ലഭിക്കാൻ എത്ര റാങ്കാണ് വേണ്ടത് എന്നുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികളുടെ എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത് നിങ്ങളുടെ +2 ഫിസിക്സ് കെമിസ്ട്രി മാത്സ് എന്നിവയുടെ മാർക്കും കീമിൽ നിങ്ങൾക്ക് ലഭിച്ച ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എന്നിവയുടെ മാർക്കും അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. അതിനെ 300ലേക്ക് അതായത് 2 വിഭാഗത്തിലെയും 300ലേക്ക് കൺവേർട്ട് ചെയ്തുകൊണ്ടാണ് ഒരു പ്രത്യേക ഫോർമുല ഉപയോഗിച്ചുകൊണ്ടാണ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുക. അതുപോലെ തന്നെ ആർക്കിടെക്ചർ കോഴ്സ് ആണെങ്കിൽ നാറ്റ സ്കോറും +2 സ്കോറും പരിഗണിച്ചുകൊണ്ടാണ് റാങ്ക് പട്ടിക തയ്യാറാക്കുന്നത്. അതുപോലെ മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന് 2 സെപ്പറേറ്റ് റാങ്ക് ലിസ്റ്റാണ് തയ്യാറാക്കുക. നീറ്റിൻ്റെ സ്കോർ പരിഗണിച്ചുകൊണ്ടാണ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് എഞ്ചിനീയറിംഗ് കോഴ്സിലേക്കുള്ള ഓൾറെഡി പറഞ്ഞു. അതുപോലെ ബിഫാം കോഴ്സ് ഫാർമസി കോഴ്സിലേക്കുള്ള പ്രവേശനത്തിന് നിങ്ങളുടെ +2 മാർക്ക് പരിഗണിക്കുന്നതല്ല, കീമിൻ്റെ പേപ്പർ 1 ആയിട്ടുള്ള ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി എന്നിവയിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന മാർക്ക് മാത്രം പരിഗണിച്ചുകൊണ്ടാണ് ബിഫാം അല്ലെങ്കിൽ ഫാർമസി കോഴ്സിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള റാങ്ക് പട്ടിക തയ്യാറാക്കുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു കീമിൻ്റെ അതായത് ഇത് കഴിഞ്ഞ വർഷത്തെ വെബ്സൈറ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ce.kerala.gov.in എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത ശേഷം കീം 2023 കാൻഡിഡേറ്റ് പോർട്ടൽ എന്ന് പറഞ്ഞുകൊണ്ട് ലിങ്ക് കാണാൻ സാധിക്കും. ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് ലാസ്റ്റ് റാങ്ക് എന്നുള്ള ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം അവസാനമായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥിയുടെ റാങ്ക് എത്രയാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു പേജിൽ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞുകൊണ്ട് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് 3rd ഫേസ് അതായത് നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് ആൻഡ് 2nd ഫേസ് ആർക്കിടെക്ചർ എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. ഈ ഒരു ഫുൾ ഡീറ്റെയിൽസ് ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് ഈ ഒരു ലിങ്കിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്തെടുത്തുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. കാരണം നിരവധി എഞ്ചിനീയറിംഗ് കോഴ്സുകളാണുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഓരോ കോഴ്സിനും അലോട്ട്മെൻറ്റ് കിട്ടിയ അവസാനത്തെ വിദ്യാർത്ഥിയുടെ റാങ്ക് ഡീറ്റെയിൽസ് കാണാൻ സാധിക്കുന്നതാണ്. ഇത് 3rd ഫേസ് അലോട്ട്മെൻ്റ് ആണ്. ഇതിന് ശേഷം സ്ട്രേ വേക്കൻസി അലോട്ട്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അലോട്ട്മെൻറ്റുകൾ നടക്കാറുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ജസ്റ്റ് കാണാം ഈ ഒരു ആദ്യത്തെ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ചേർത്തല ആലപ്പുഴയിൽ 48,269 റാങ്ക് സ്റ്റേറ്റ് മെറിറ്റിലുള്ള വിദ്യാർത്ഥിക്കാണ്. അതായത് സ്റ്റേറ്റ് മെറിറ്റിലാണ് ആ ഒരു വിദ്യാർത്ഥിക്ക് റാങ്ക് കിട്ടിയിട്ടുള്ളത്. പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന കാര്യമാണ് ഗവൺമെൻറ് കോളേജിൽ എത്ര റാങ്ക് വേണം എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് കോഴിക്കോടിൽ അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ എന്നുള്ള കോഴ്സിന് സ്റ്റേറ്റ് മെറിറ്റിൽ അവസാനമായിട്ട് അതായത് 3rd ഫേസ് അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥിയുടെ റാങ്ക് എന്ന് പറയുന്നത് 24,335. EWS കാറ്റഗറി വിഭാഗത്തിൽ കിട്ടിയ റാങ്ക് എന്ന് പറയുന്നത് അതായത് അഡ്മിഷൻ കിട്ടിയ വിദ്യാർത്ഥിയുടെ റാങ്ക് എന്ന് പറയുന്നത് 47,988. EM വിഭാഗത്തിൽ
കിട്ടിയിട്ടുള്ള റിസർവേഷൻ കാറ്റഗറിയിൽ കിട്ടിയ വിദ്യാർത്ഥിയുടെ റാങ്ക് 36,180. മുസ്ലിം കാറ്റഗറിയിൽ കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥിയുടെ റാങ്ക് എന്ന് പറയുന്നത് 32,749. അപ്പോൾ ഇതേ രീതിയിൽ ഓരോ വിദ്യാർത്ഥിയുടെയും റാങ്ക് ഡീറ്റെയിൽസ്, അവസാനമായിട്ട് കിട്ടിയ വിദ്യാർത്ഥിയുടെ റാങ്ക് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിരവധി എഞ്ചിനീയറിംഗ് കോളേജാണുള്ളത്. അതുപോലെ സിവിൽ എഞ്ചിനീയറിംഗിന് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് കോഴിക്കോട് സ്റ്റേറ്റ് മെറിറ്റ് കാറ്റഗറിയിൽ അലോട്ട്മെൻറ്റ് കിട്ടിയ അവസാന വിദ്യാർത്ഥിയുടെ റാങ്ക് എന്ന് പറയുന്നത് 17,438. അതുപോലെ തന്നെ സ്റ്റേറ്റ് മെറിറ്റിൽ തന്നെ കിട്ടിയിട്ടുള്ള, അതായത് ഏതാണ്ട് ഗവൺമെൻറ് കോളേജിൽ കിട്ടിയ വിദ്യാർത്ഥിയുടെയൊക്കെ റാങ്ക് എന്ന് പറയുന്നത് ഏകദേശം 10,000 അതുപോലെ 10,000 ഈ ഒരു രീതിയിലാണ്, ഈ ഒരു റേഞ്ചിലാണ് വരുന്നത്. ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഈ ഒരു വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു വിദ്യാർത്ഥികളുടെയൊക്കെ, അതായത് ആ ഒരു കോളേജിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികളുടെയൊക്കെ അവസാനത്തെ റാങ്ക് ഡീറ്റെയിൽസ് അറിയാൻ സാധിക്കുന്നതാണ്. ഇനി MBBS BDS കോഴ്സുകളിലേക്കുള്ള ആ ഒരു റാങ്ക് ഡീറ്റെയിൽസ് കൂടി ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾ പ്രധാനമായിട്ടും ചോദിച്ച കാര്യമാണ് ഈ ഒരു MBBSൻ്റേത്. BAMS ആണ് ഇതിലുള്ളത്. ഇത് BPharm ആണ്. BPharmൽ സ്റ്റേറ്റ് മെറിറ്റിൽ കിട്ടിയ വിദ്യാർത്ഥിയുടെ, അതായത് ഗവൺമെൻറ് കോളേജ് ഉണ്ടോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. ഗവൺമെൻറ് കോളേജ് ഉണ്ടോ എന്നുള്ളത് അറിയില്ല. അപ്പോൾ അത് ജസ്റ്റ് നമുക്ക് നോക്കാം. അപ്പോൾ ഗവൺമെൻറ് കോളേജ് ജസ്റ്റ് കാണുന്നില്ല. അപ്പോൾ ഈ ഒരു BPharm കോഴ്സിന് സ്റ്റേറ്റ് മെറിറ്റിൽ കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥിയുടെ റാങ്ക് എന്ന് പറയുന്നത് 31,365. അത് സെൻറ്റ് ജോൺസ് കോളേജ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ ആൻഡ് സയൻസ് ആൻഡ് റിസർച്ച് എന്നുള്ള ആ ഒരു കോളേജിൽ കിട്ടിയ വിദ്യാർത്ഥിയുടെ സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ ഓരോ കോളേജിലും അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥി, അവസാനമായിട്ട് ആ ഒരു തേർഡ് ഫേസിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥിയുടെ റാങ്ക് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് റാങ്ക് കിട്ടിയാലാണ് അവിടെ അലോട്ട്മെൻറ്റ് കിട്ടുക എന്നുള്ളത് ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് മനസ്സിലാക്കാൻ ഈ ഒരു ലിസ്റ്റുകൾ നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോളേജിൽ അവിടെ എത്ര റാങ്ക് ഉണ്ടെങ്കിലാണ് നിങ്ങൾക്ക് കിട്ടുക എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ കീം എക്സാമിനേഷൻ നന്നായിട്ട് പഠിച്ച് ഒരു പരീക്ഷ എഴുതുക. അതുപോലെ നീറ്റ് പരീക്ഷയ്ക്കും നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം കൂടുതൽ എത്രത്തോളം മാർക്ക് വാങ്ങിക്കുന്നുവോ അതിനനുസരിച്ച് കൊണ്ടാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സും അതുപോലെ തന്നെ കോളേജുകളും അലോട്ട്മെൻറ്റായിട്ട് കിട്ടുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ അവസാന ഘട്ടത്തിലായിരിക്കും, അലോട്ട്മെൻറ്റ് പ്രോസസ്സിൻ്റെ അവസാന ഘട്ടത്തിലൊക്കെ ആയിരിക്കും ഇഷ്ടപ്പെട്ട കോളേജൊക്കെ കിട്ടാനുള്ള സാധ്യതയായിട്ട് വരിക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ കീമിൻ്റെ അപേക്ഷ നൽകാതെ വിദ്യാർത്ഥികൾ അപേക്ഷ നൽകുന്ന ഡീറ്റെയിൽസുകൾ കറക്റ്റാണ് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.